യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം 7 തവണ ഊതിക്കഴിച്ച സ്വർണം പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് അല്പം പോലും നീക്കുവാനോ അല്പം പോലും അതിനോട് കൂട്ടിച്ചേർക്കുവാനോ പാടുള്ളതല്ല. അത് പെർഫെക്റ്റാണ്. ദൈവം തൻ്റെ വചനം നമ്മളെന്ന വ്യക്തിയുടെ നിത്യമായ ജീവിതം, ഈ ഭൂമിയിലെയും വരുവാനുള്ള എന്നേക്കുമുള്ള ജീവിതത്തെയും നന്മയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടാവായ ദൈവം നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, ബൈബിൾ. എന്നാൽ ക്രിസ്തീയ സഭകൾ ഈ ബൈബിളിൽ നിന്ന് അവിടെയെന്നും ഇവിടെയെന്നും എടുത്ത് അവരുടെ ആശയങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്ത് ദൈവം എന്ന് പറഞ്ഞാൽ കാലിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കാതെ ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തി മാറ്റുന്ന, മുറിച്ചു മാറ്റുന്ന പോലെ അവരുടെ ആശയത്തിനകത്ത് അവരുടെ ഇംഗിതം, മാനുഷികമായ അഭിപ്രായം, മനുഷ്യന് താല്പര്യമായ കാര്യങ്ങൾ നടപ്പാക്കുവാനായിട്ട് ദൈവവചനത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഒരു സങ്കരയിനം ഉപദേശം ഉണ്ടാക്കി അത് നീങ്ങുകയാണ്. ഇതാണ് വേശ്യാസഭ എന്ന് പറയുന്നത്, ഹാർലറ്റ് ചർച്ച്. സത്യത്തിൻ്റെ കൂടെ മാനുഷിക ആശയങ്ങൾ ചേർത്ത്. ഇത് ഒരു സഭയല്ല, കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ മുതൽ പിന്നീടുള്ളായ അനവധി മാനുഷിക പ്രസ്ഥാനങ്ങൾ ഏറിയ അളവിലും കുറഞ്ഞ അളവിലും ഇതുപോലെ മിക്സിങ് നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാലം, കൂടുതൽ വലിയ സ്ഥാപനം, കൂടുതൽ ആളുകളുള്ള സ്ഥാപനം, കൂടുതൽ കെട്ടിടങ്ങളും കെട്ടുറപ്പുമുള്ള സ്ഥാപനം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ സത്യം പോയാലും കെട്ടുറപ്പ് ഉണ്ടല്ലോ എന്നാണ്. അല്ല, ഇത്രയും പേര്, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. എന്നാൽ യേശു വലിയ യഹൂദന്മാരുടെ വലിയ സഭ, പുരാതനമായ യഹൂദ സഭയും പള്ളിയും നിലനിന്നപ്പോൾ യേശുവിൻ്റെ പിന്നാലെ അന്ന് 12 ശിഷ്യന്മാരും പിന്നീട് 120 പേരും മാത്രമാണ് മാളികമുറിയിൽ കൂടിയിരുന്നത്. എന്നാൽ അപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ കൂടി പെരുന്നാളുകൾ നടത്തിയിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ സത്യത്തിൽ നിന്ന് മതം അഥവാ സഭ മാറിപ്പോകുമ്പോൾ അപ്പോഴെല്ലാം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും മുഴുവൻ സത്യവും പറ്റിയൊന്നും നമ്മളെ കൊണ്ട് പറ്റിയല്ല എന്ന് നിങ്ങൾ, ഇതാകുമ്പോൾ സൗകര്യമുണ്ടല്ലോ, ഇതാകുമ്പോൾ പെരുന്നാളുണ്ട്, വെടിക്കെട്ടുണ്ട്, അല്ലെ ഇതാകുമ്പോൾ പല പല പാസ്റ്റർമാരുണ്ട്, അല്ലെ ഇതാകുമ്പോൾ കൺവെൻഷനുണ്ട്, ഇതാകുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ നടത്തിക്കോളും, ഇതാകുമ്പോൾ കെട്ടുറപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പരിഗണന വെച്ചിട്ട് സത്യത്തെ നിങ്ങൾ വിട്ടുകളയുമ്പോൾ, സത്യം പോയാലും സാരിയില്ല, ബാക്കിയുണ്ടല്ലോ എന്ന്. ഒരു കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങൾ സത്യം അറിയാതെ വരുമ്പോൾ നിങ്ങളുടെ നിത്യമായ ജീവിതത്തെ, ഇപ്പോഴത്തെ ജീവിതത്തെയും വരുവാനുള്ളതിനെയും ആ ദുരുപദേശങ്ങൾ തീർച്ചയായും ബാധിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തെയും ബാധിക്കും, നിത്യമായ ജീവിതത്തെയും ബാധിക്കും. അവിടെയാണ് ക്രിസ്തുവിനോടൊപ്പം സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ള ഒരു ബോൾഡ് സ്റ്റാൻഡ് എടുക്കുന്നവൻ ബുദ്ധിമാൻ. കാരണം അവൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശമായ ദൈവം തന്നിരിക്കുന്ന സത്യങ്ങൾ, ആ സത്യം അവനെ സ്വതന്ത്രമാക്കുവാനുള്ളതും അവനെ അനുഗ്രഹിക്കുവാനുള്ളതുമാണ്. ആ സത്യം മുഴുവനായി അവൻ ഗ്രഹിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുമ്പോൾ അവൻ്റെ ഈ ജീവിതവും വരുവാനുള്ള ജീവിതവും അവൻ അനുഗ്രഹിക്കപ്പെടും. ബുദ്ധിപരമായ ആ തീരുമാനത്തിലൂടെ, സത്യം സ്വീകരിക്കാനുള്ള തീരുമാനത്തിലൂടെ അവൻ നിത്യമായി അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്.
ക്രിസ്തുവിൻ്റെ മറ്റൊരു വചനം ഓർക്കുക, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും അതിലെ കടന്നു പോകുന്നവർ അനേകരും അത്രേ. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതും വഴി ദുർഘടവും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ.